MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റിയായ ഒരു ടൊമാറ്റോ ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇതിനായി 2 പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 3 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ തക്കാളിയും സവാളയും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വറ്റൽമുളകും കൂടി ചേർക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് ഇനി 1 കപ്പ് റവയും 1/4 കപ്പ് ഗോതമ്പ് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. ഇനി 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ എല്ലാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തത്. ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായി വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ബാറ്റർ റെഡിയായി. ഇത് തിക്കായിട്ടാണ് ഉള്ളതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി കൊടുക്കണം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഒരു പാൻ വെച്ച് നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് മാവ് ഒഴിച്ച് പരത്തി കൊടുക്കാം. 1.5 കപ്പ് തവിയോളം മാവ് ഒഴിക്കണം. കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. നെയ്യിന് പകരം ഓയിലോ വെളിച്ചെണ്ണയോ എന്തായാലും മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റിയായ ഒരു ദോശയാണിത്. കറിയൊന്നും ഇല്ലാതെയും നമുക്കിത് കഴിക്കാം. മാവരച്ച് പൊങ്ങാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റൻ്റായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എപ്പോഴും സാധാരണ ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ വ്യത്യസ്തമായ ദോശയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.